ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ചിക്കൻ വറുത്തതിന് ശേഷം കറിയാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഈ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിൽ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആദ്യം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കനും ആ പൊടികളെല്ലാം നല്ലപോലെ മിക്സായി വരണം. അപ്പോൾ ചിക്കൻ നല്ല പോലെ പൊടികളായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി വരണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ വെച്ചിട്ടുള്ള ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ചിക്കൻ എല്ലാവിടെയും ഫ്രൈ ആയി വരല്ലോ. അപ്പോൾ ഞാനിതൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഈ ചിക്കൻ ആയിട്ടുണ്ട്. ഞാനിത് വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ചിക്കൻ പീസും കൂടിയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ചിക്കൻ എല്ലാതും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിയാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം ഉണ്ടാവില്ലേ, അതൊന്ന് മാറി വരണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരണം. അപ്പോൾ അത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടി വരണം കേട്ടോ. അപ്പോൾ അത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇനി പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വരണം കേട്ടോ. അതുവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയ തക്കാളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ 2 പച്ചമുളക്, ഇതെല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ തക്കാളി നല്ലപോലെ വെന്ത് വരണം. ഈ ടൈമിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഇതെല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. പച്ചവെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. കറി നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വരണം. അതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു മാത്രം, അത് പെട്ടെന്നാവുമല്ലോ. ഇത് തിളക്കി കൊടുക്കുക. ഇനി ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടാണ് വറുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയും ചിക്കനും നല്ലപോലെ യോജിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം വീണ്ടും നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. എന്നാലും ഇതിങ്ങനെ വേവിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മസാലയും ചിക്കനും ഒന്ന് യോജിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടിയിട്ട് 5 മിനിറ്റ് കിടന്ന് വേവട്ടെ എന്ന് പറയണത്. അപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കുകയാണ്. ഇതേ നമ്മുടെ ചിക്കനെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രൈ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കറി ചോറിൻ്റെ ഒപ്പം അതുപോലെ തന്നെ ചപ്പാത്തി, പൊറോട്ട, ബിരിയാണി, നെയ്ച്ചോറ് അതിനൊക്കെ ഒപ്പം കോമ്പിനേഷനായി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.